നിഫ്റ്റി വീണ്ടും ഓൾ ടൈം ഹൈയിലേക്കോ സ്ട്രോങ് ആയുള്ള ഒരു ബുൾ റൺ തന്നെയാണ് ഈ ഒരു ഒക്ടോബർ മന്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന 3 സെക്ടറുകളെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ സെക്ടറാണ്, അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടറാണ്. PSU ബാങ്ക് ആയിക്കോട്ടെ, പ്രൈവറ്റ് ബാങ്ക് ആയിക്കോട്ടെ, നമ്മൾ ഇതിന്റെ സെക്ടോറിയൽ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് ആണ്. ടെക്നിക്കലി നമുക്ക് ഒരു സൂൺ ബ്രേക്ക് ഔട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ബുൾ റാലി ഇതിന്റെ അകത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. രണ്ടാമത് വരുന്ന സെക്ടർ ഓട്ടോ സെക്ടറാണ്. ഇതിന്റെ ചാർട്ടിലേക്ക് നോക്കുന്ന സമയത്തേക്ക് നമുക്കൊരു സ്ട്രോങ് ബ്രേക്ക് ഔട്ട് തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഒരു റാലി നടത്തി ഒരു പുൾ ബാക്ക് കഴിഞ്ഞ് അടുത്ത മൂവ്മെന്റിന് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. കൂടാതെ മൂന്നാമത് വരുന്ന സെക്ടർ മെറ്റലാണ്. ഓൾ ടൈം ഹൈയിലാണ് മെറ്റൽ ഇൻഡെക്സ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു 3 സെക്ടറിനെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഇതിൽ ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളിലേക്കാണ് കൂടുതൽ ഞാൻ ഫോക്കസ് കൊടുക്കുന്നത്. നിലവിലെ റണ്ണിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തിട്ടുള്ളത് ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളാണ്. നിഫ്റ്റി ഇത്തരത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള ബുൾ റാലി നടക്കാനുണ്ടായ സാഹചര്യങ്ങൾ മുമ്പേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് മുമ്പുണ്ടായിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ്, GST റേറ്റ് കട്ടുകൾ, RBI മോണിറ്ററി പോളിസി, ഇൻട്രസ്റ്റ് റേറ്റ് കട്ട്, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഡിമാൻഡും റിക്കവറിയും, ഇതെല്ലാം ഫേവർ ചെയ്യുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ബുൾ റണ്ണിനെയാണ്. അടുത്ത 1-2 ക്വാർട്ടറിലേക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ബുള്ളിഷ് ആയിട്ടുള്ള നിഫ്റ്റിയുടെ പെർഫോമൻസ് ഹൈലി ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഓൺ ദി അതർ സൈഡ് ഇതിനൊരു ത്രെട്ട് ആയിട്ട് നിൽക്കുന്നത് ജിയോ പൊളിറ്റിക്കൽ സെനാരിയോസ് മാത്രമാണ്. അതും ഏകദേശം കൂൾ ഓഫ് ആകുകയാണെന്നുണ്ടെങ്കിൽ നിയർ ടേമിലേക്ക് 26,000 അതുപോലെ തന്നെ പുതിയ ഓൾ ടൈം ഹൈ ഒക്കെ നിഫ്റ്റി സ്ട്രോങ് ആയിട്ട് തന്നെ ബീറ്റ് ചെയ്യുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്.